ഗുരുതരമായ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലുള്ള അൽ ജസീറ ചാനലിന്റെ ഓഫീസ് അടച്ചുപൂട്ടിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. ഭാഗികമായി ഖത്തർ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിന്റെ ഓഫീസുകൾ ഭീകരപ്രവർത്തനത്തെ സഹായിക്കുന്ന നടപടികളാണ് പിന്തുടരുന്നതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ശനിയാഴ്ച നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് വെസ്റ്റ് ബാങ്കിലെ അൽ ജസീറയുടെ ബ്യൂറോ ഓഫീസ് പൂട്ടാൻ ഇസ്രായേൽ പ്രതിരോധ സേന നിർദ്ദേശം നൽകിയത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധത്തെ ചൊല്ലി നിരവധി തവണ സംശയ നിഴലിലായിട്ടുള്ള അൽ ജസീറയ്ക്കെതിരെ ഇസ്രായേൽ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ചാനൽ ശൃംഖലയുടെ ഓഫീസുകൾ ഭീകരപ്രവർത്തനത്തിന് സഹായകരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രായേൽ ആരോപിച്ചു. തങ്ങളുടെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷയെ അപകടപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ചാനൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടന്നതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. വ്യക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെസ്റ്റ് ബാങ്കിലെ അൽ ജസീറയുടെ ബ്യൂറോ ഓഫീസ് പൂട്ടാൻ നിർദ്ദേശം നൽകിയതെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ശനിയാഴ്ചയാണ് ഇസ്രായേൽ സേന ചാനൽ ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. പരിശോധനകൾക്ക് പിന്നാലെ ബ്യൂറോ അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയായിരുന്നു. 45 ദിവസത്തേക്ക് അടച്ചിടാനാണ് നിർദ്ദേശം. സൈനികർ ഓഫീസിലെത്തി ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമരിക്കാണ് അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് കൈമാറിയത്. ഇസ്രായേലി സൈന്യം ഓഫീസിലേക്ക് കയറുന്നതിന്റെയും ഉത്തരവ് കൈമാറുന്നതിന്റെയും ദൃശ്യങ്ങൾ തത്സമയം അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിഴക്കൻ ജെറുസലേമിലെ ചാനൽ ഓഫീസ് കഴിഞ്ഞ മെയ്യിൽ ഇസ്രായേൽ സേന അടപ്പിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിലും ഗസ മുനമ്പിലും ചാനൽ പ്രവർത്തനം തുടരാൻ അനുവദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളിൽ ഭീകരരെ സഹായിക്കുന്ന നടപടികൾ ചാനൽ സ്വീകരിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.